SNDP യോഗം വടക്കൻ പറവൂർ യൂണിറ്റിന്റെ ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷത്തിൽ RV ബാബു സംസാരിക്കുകയാണ്. തത്സമയത്തിലേക്ക് ആഘോഷം, ജന്മദിന ആഘോഷം, ആ ആഘോഷത്തിൽ പങ്കാളികളായി നമ്മൾ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ നടത്തുന്ന ജയന്തി സമ്മേളനങ്ങളിൽ ഏറ്റവും വിപുലമായ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന, വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പറവൂർ താലൂക്ക് യൂണിയന്റെ ജയന്തി ആഘോഷം, ആ സമ്മേളനത്തിൽ ഇതുപോലെ ഒരു അവസരം എനിക്ക് ലഭിച്ചതിൽ, എന്നെ ഇതിന് നിയോഗിച്ചതിൽ പറവൂർ SNDP യോഗം ഭാരവാഹി യൂണിയനോടുള്ള എൻ്റെ നന്ദി ഞാൻ ആദ്യമായിട്ട് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഗുരുദേവന്റെ ആശയങ്ങളും ഗുരുദേവന്റെ ചിന്തകളും ഏറ്റവും പ്രസക്തമായ ഒരു കാലഘട്ടമാണ് ഇത് എന്ന് നമ്മളോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. കേരളം അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. നമ്മൾ വിചാരിച്ചത് ഗുരുദേവൻ കൊളുത്തിയ ആ ദീപശിഖ, അത് ഏറ്റെടുത്ത് പ്രവർത്തിച്ച മഹാന്മാരായിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ, ഒട്ടനവധി സംഘടനകൾ, അവരെല്ലാം ഉഴുതുമറിച്ച കേരളം ഒരു നവോത്ഥാനത്തിന്റെ ആശയത്തിലേക്കും നവോത്ഥാനത്തിന്റെ പാതയിലേക്കും അതിവേഗം നടന്നെടുത്ത് മുഴുവൻ ലോകത്തിനും മാതൃകയാകുന്ന ഒരു കേരളമായി ഇത് മാറും. അങ്ങനെയായി നമ്മൾ ഏറെ മുന്നോട്ട് പോയ ഒരു നാടാണ് കേരളം, അത് സംശയമില്ല. പക്ഷെ ഇപ്പോ ആരാധ്യനായ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ കേരളം ഇന്ന് മത, വർഗീയ, ജാതി സംഘടനകൾ അവരുടെ അജണ്ടക്കനുസരിച്ച് കേരളത്തെ ചലിപ്പിക്കുകയും കേരളത്തെ നയിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്ന ഒരു ദുരന്തത്തിന്റെ മുഖത്താണ് നമ്മൾ നിൽക്കുന്നത്. അതിലാർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ സംബന്ധിച്ച് നമുക്ക് ഈശ്വരനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ഈശ്വരന്റെ വാക്കുകളായിട്ടാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. അദ്ദേഹം പ്രവർത്തിച്ചത്, അദ്ദേഹം പറഞ്ഞത്, അതെല്ലാം നമ്മുടെ നാടിന്റെ സംസ്കാരത്തിനും നാടിന്റെ പൈതൃകത്തിനും അനുയോജ്യമായ രീതിയിൽ തന്നെയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് പോലെ ഈ നാട് നിലനിൽക്കുന്നത് സനാതന ധർമ്മത്തിലാണ്. ഇത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. സനാതന ധർമ്മത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ്, അല്ലെങ്കിൽ ഒരു ജനതയാണ് നാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സനാതന ധർമ്മത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുദേവനാണ്. ഞാൻ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞിട്ടുള്ളത്, ഞാൻ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞത്, അതെല്ലാം സനാതന ധർമ്മത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് പറഞ്ഞത് 927 പള്ളാത്തുരുത്തി പ്രസംഗത്തിൽ നാരായണ ഗുരുദേവനാണ്. അപ്പൊ നാരായണ ഗുരുദേവന് നമ്മളോട് അനുകമ്പാദശകം പറയാൻ കഴിഞ്ഞത്, ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന് പറയാൻ കഴിഞ്ഞത്, പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് പറയാൻ നമ്മളോട് കഴിഞ്ഞത്, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്ന് പറയാൻ കഴിഞ്ഞത്, അദ്ദേഹം സനാതന ധർമ്മ വിശ്വാസിയായതുകൊണ്ടാണ്, സനാതന ധർമ്മിയായതുകൊണ്ടാണ്. അപ്പോ സനാതന ധർമ്മത്തിൽ നിന്നുകൊണ്ട് ഈ ലോകത്തെ ആകമാനം അഭേദമായ ചിന്തയോടെ